ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് TMJ ഡിസോർഡേഴ്സ് വീട്ടിലിരുന്ന് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം. TMJ ഡിസോർഡേഴ്സിന്റെ സിംറ്റംസ് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. വാ തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പെയിൻ, തലവേദന, ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പെയിൻ, ചെവിക്ക് വേദന, ഇത്രയാണ് നമുക്ക് TMJയുടെ ബേസിക് പെയിൻ. ഇത്രയും കാരണങ്ങൾ കൊണ്ട് ആദ്യമേ തന്നെ നിങ്ങളൊരു ഡോക്ടറെ കാണണമെന്നില്ല. ഹോം കെയർ തെറാപ്പീസ് ചെയ്ത് രക്ഷയില്ലെങ്കിൽ മാത്രം നമുക്ക് ഡെന്റിസ്റ്റിനെ, ഡോക്ടറിനെ കണ്ടാൽ മതി. എന്തൊക്കെയാണ് ഈ ഹോം കെയർ തെറാപ്പീസ് എന്ന് പറയുന്നത്? ജോയിന്റിന്റെ അവിടെ നമ്മൾ ഇവിടെ ഒന്ന് ഞെക്കി നോക്കുക, പെയിൻ ഉണ്ടോ. ബേസിക് ആയിട്ട് നമുക്ക് TMJ പെയിൻ ഉള്ളവരിൽ കാണാറുള്ള ഫസ്റ്റ് കൈൻഡ് ഓഫ് പെയിൻസ്. അങ്ങനെയുള്ളവർ ചെയ്യേണ്ട സ്മോൾ എക്സസൈസസ് അറ്റ് ഹോം ആണ്. ഈ എക്സസൈസസിന്റെ പേര് ഐസോമെട്രിക് എക്സസൈസ് എന്നാണ്. ഓക്കെ, നമുക്ക് വാ മുകളിലോട്ട് തള്ളി പിടിച്ചുകൊണ്ട് വാ തുറക്കുക, 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, റിലീസ് ചെയ്യുക. അങ്ങനെ 10 ടൈംസ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുക. നേരെ അടുത്തത് തന്നെ നമ്മൾ ഈ താടി ഈ സൈഡിലേക്ക് മൂവ് ചെയ്യുക. അതിനുശേഷം താടി കൈ ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുക. ഓക്കെ, താടി ഇങ്ങോട്ട് തള്ളുക. അതായത് ഞാൻ ശ്രദ്ധിക്കുക, നമ്മൾ ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കണം, താടി കൊണ്ട് ഇങ്ങോട്ട് തള്ളുക വേണം. ഇതാണ്. ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ തന്നെ ചെയ്യാം. റെസ്ട്രിക്റ്റഡ് മൗത്ത് ഓപ്പണിംഗ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ്. ഇൻഡെക്സ് ഫിംഗർ താഴെയും തമ്പ് മുകളിലത്തെ പല്ലിന്റെ ഇങ്ങനെ വെക്കുക. അതിനുശേഷം ജെന്റിലായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. 2 to 3 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുക. വീണ്ടും ചെയ്യുക. വളരെ സ്ലോയിൽ വേണം ഈ പ്രൊസീജിയർ ചെയ്യാൻ. അധികമായ വേദന വരുന്നുണ്ടെങ്കിൽ ആ പ്രൊസീജിയർ അവിടെ വെച്ച് നിർത്തുകയോ അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യുകയോ ചെയ്യുക. ഡെയിലി പല പ്രാവശ്യം, ഐഡിയലി 6 ടൈംസ് ആണ് ഇത് ചെയ്യേണ്ടത്. ഇതുപോലുള്ള ടെമ്പറോമാൻഡിബുലർ ജോയിന്റ് ഡിസോർഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസിന് ഫോളോ ഡോക്ടർ പ്രിസ്ലി തോമസ്. താങ്ക് യു.